ജയശങ്കർ സാർ, നിലവിലെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖത്ത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം കേരള സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ രീതിയിൽ വലിയ രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മറ്റു പല കാര്യങ്ങളും വിഴിഞ്ഞം തുറമുഖത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിന് നടപ്പിലാക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ ഫാക്ട് ഫീഡർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുക. എന്താണ് ഈ ഫാക്ട് ഫീഡർ ടെക്നോളജി? ഇതെങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിൽ സാധിക്കാൻ കഴിയും? ഈ ഫാസ്റ്റ് ഫീഡർ ടെക്നോളജി ഇപ്പോ റീസെന്റ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത ലോകരാജ്യങ്ങളൊക്കെ ഈ പരീക്ഷണത്തിൽ പോയിട്ട് അത് ഉപേക്ഷിച്ചതാണ്, അമേരിക്ക, യൂറോപ്പ് ഒക്കെ. പക്ഷെ ഇന്ത്യ അതിൽ സക്സസ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാസ്റ്റ് ഫീഡർ ടെക്നോളജി വിജയിക്കുമ്പോൾ അത് വ്യാവസായികമായിട്ട് ഉപയോഗിക്കാൻ ഇന്ത്യ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതില് പ്രധാനമായിട്ട് പറയേണ്ടത് കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലെ എന്താണ് കർപ്പാകം, അവിടെയാണ് ഇത് റിയാക്ടർ വികസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോ ഈ കൊല്ലം കടൽ പ്രദേശത്ത് കായൽ പ്രദേശത്തൊക്കെ തോറിയം എന്ന് പറയുന്ന ധാതു ലവണം ധാരാളമായിട്ടുണ്ട്. ഇത് നമുക്കൊക്കെ അറിയാം. അതായത് നമ്മളുടെ ഇവിടെയുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സർക്കാരുകൾ ഈ കരിമണൽ ഖനനം നടത്തിയിട്ട് വലിയ ലഹളൊക്കെ ഉണ്ടാക്കിയിട്ട് അതെന്താ സത്യത്തിൽ നടന്നിരുന്നത്? കൊല്ലം ഭാഗത്തുള്ള ഈ കരിമണല് ഊറ്റിയിട്ട് അത് കണ്ടെയ്നറിലാക്കിയിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് കൊടുക്കുക. ഇതെന്താണെന്നൊന്നും അന്വേഷിച്ചില്ല. അതിന്റെ സത്യം എന്താണ്? ഈ കരിമണൽ എന്ന് പറയുന്ന ഇതില് വളരെയധികം അടങ്ങിയിരിക്കുന്ന ഈ തോറിയം എന്ന് പറയുന്ന ഈ ധാതു യുറേനിയം പോലെ തന്നെ അത്രയും പ്രാധാന്യം നൽകുന്ന ഒരു സംഭവമാണ്. അപ്പോ ഈ ഫാസ്റ്റ് ഫീഡർ ടെക്നോളജി ഇവിടെ വിജയിക്കുമ്പോൾ കൊല്ലത്ത് നിന്നും 300-400 കിലോമീറ്ററേ ഉള്ളൂ ഈ തമിഴ്നാട്ടിലെ ഈ സ്ഥലം, ഈ റിയാക്ടർ. അപ്പൊ അവിടെ ആണ് ഇപ്പൊ ഇത് ഫസ്റ്റ് പരീക്ഷണം എല്ലാം വിജയിച്ച് സക്സസ് ആയി നിൽക്കുന്നത്. അപ്പോ വ്യാവസായിക രീതിയിൽ ഇത് എനർജി കൺവേർഷൻ നടത്തി വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈ ക്രൂഡ് ഓയിൽ വാങ്ങണ്ട, LPG വാങ്ങണ്ട, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ബൾക്കായിട്ടുള്ള ഈ നമ്മുടെ ബഡ്ജറ്റ് അത് നമ്മുടെ തന്നെ രാജ്യത്തെ വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ റെയിൽവേ വികസനം അല്ലെങ്കിൽ റോഡ് വികസനം ഇതിലേക്ക് തിരിച്ചുവിട്ടിട്ട് ഇന്ത്യയുടെ തന്നെ ഭാവി വലിയ ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോ വന്നിട്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഈ ഫാസ്റ്റ് ഫീഡർ ടെക്നോളജിയിലും നമ്മൾ വിജയിച്ചു വന്നിരിക്കുന്നു. ഇനി അതിനു വേണ്ട റോ മെറ്റീരിയലായ തോറിയം എന്ന ധാതു വേണ്ടത്ര കേരള കടൽ തീരങ്ങളിൽ ഉണ്ട് താനും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി പിണഞ്ഞ് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശക്തമായ ഒരു ഭരണമാണ് ഇനി നമുക്ക് ആവശ്യം. അവരത് ചിന്തിച്ച് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും ഡെവലപ്പ് ചെയ്ത് വരുത്തുകയാണെങ്കിൽ ഈ ഫാസ്റ്റ് ഫീഡർ അത് ആ പദ്ധതി വിജയിച്ച സ്ഥിതിക്ക്, അതായത് ലോകത്ത് തന്നെ ശ്രദ്ധിക്കണം, ഇന്ത്യയാണ് ഇപ്പൊ ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. വേറെ ഒരു രാജ്യത്തിനും പറ്റിയിട്ടില്ല. റഷ്യയിൽ പണ്ട് ചെയ്തിട്ടുണ്ട്. റഷ്യ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ഇപ്പോ ഈ ഫാസ്റ്റ് ഫീഡർ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിനു വേണ്ട ഈ തോറിയം എന്ന ധാതു ഇവിടെ വേണ്ടത്തുണ്ട്. അതിന് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഈ കരിമണലാണ് ഇവിടത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മന്ത്രി സഭകള് ഈ പുറം രാജ്യത്തേക്ക് കയറ്റി വിട്ടിരുന്നത്. ഇപ്പോ കരിമണൽ ഖനനം നിർത്തി വെച്ചിരിക്കുക എന്നൊക്കെ പറച്ചിലുണ്ടെങ്കിലും ഇപ്പോഴും കള്ളത്തരത്തിൽ കൊല്ലം ഭാഗങ്ങളിൽ പോയാൽ കരിഞ്ചന്തയായി കരിമണൽ ഖനനം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ സ്ട്രിക്റ്റ് ആക്കി നിർത്തിവെച്ചുകൊണ്ട് ഈ തോറിയം വലിയ വ്യാവസായികമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ചുമതല തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. സർ, ഇത്തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ സംസ്ഥാന സർക്കാർ വിചാരിച്ചത് കൊണ്ട് മാത്രം ഈ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖത്ത് ഇനിയും ഒട്ടനവധി രീതിയിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഒരഭാവമുണ്ട്.
അതൊക്കെ സജ്ജീകരിക്കേണ്ടതുണ്ട്. 2030 എന്ന ഒരു വിഷനാണ് സംസ്ഥാന സർക്കാർ പോലും പിന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യർ പലതവണ പറഞ്ഞിട്ടുണ്ട്, വിഴിഞ്ഞം തുറമുഖം വളരുകയാണ്, വളർന്നു കഴിഞ്ഞു എന്നല്ല, വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. അതിന് അതിൻ്റെതായ ഒട്ടനവധി ഘടകങ്ങൾ ഒന്നിച്ചു ചേരേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമല്ല. അപ്പോ ഈ വിഴിഞ്ഞം പോർട്ട് നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ഇപ്പൊ ഒരു ഭീകരമായ ഒരു പോർട്ട്, ഒരു തുറന്ന പോർട്ട് ഇവിടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. അതിന് കേന്ദ്രവും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് എന്ന് വിചാരിച്ച ഒന്നും നടക്കില്ല, അത് ഉറപ്പ് തന്നെയാണ്. അപ്പോ കേന്ദ്രം തന്നെ പ്രത്യേകിച്ച് ഈ പോർട്ട് തന്നെ അത് കേന്ദ്രത്തിന്റെ കീഴിലേക്ക് മാറ്റിയിട്ട് അത് പൂർണ്ണമായും കേന്ദ്രത്തിന്റെ കൺട്രോളിൽ വെച്ചുകൊണ്ട് തന്നെ അത് വലുതാക്കിയെടുക്കണം. അതിനോടനുബന്ധിച്ച് റെയിൽ വലുതാവണം, റെയിൽവേ പാതകൾ വലുതാവണം, റോഡ് നന്നാവണം. അതിന്റെ ഒപ്പം തന്നെ ഈ ഫാസ്റ്റ് ഫീഡർ ടെക്നോളജി വെച്ചിട്ടുള്ള ആ പ്രൊഡക്ഷനും വളരെ ശക്തമായിട്ട് ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു പ്രധാന ഭാഗമായ ക്രൂഡ് ഓയിൽ വാങ്ങലും LPG വാങ്ങലും ഒക്കെ ഇല്ലാതെയാവും. ഗ്യാസ് ഒന്നും പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരേണ്ട ആവശ്യമില്ല. ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഈ പെട്രോളും ഡീസലും പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവുന്നു. നമ്മുടെ ബഡ്ജറ്റിന്റെ വലിയൊരു പൈസ ഈ വിഴിഞ്ഞം പോർട്ട് മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കാനുള്ള അതിലേക്ക് മാറ്റി ചെലവാക്കുമ്പോൾ അത് വലിയൊരു ധവള വിപ്ലവമോ വലിയൊരു വിപ്ലവമായി തന്നെ മാറുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖത്ത് ഇത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വികസനം ഉണ്ടായാൽ, മറ്റ് ലോകരാജ്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് ഒരു വളർച്ചയുണ്ടായാൽ അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപ്ലവം തന്നെയാണ്. ഈ രീതിയിൽ മാറാൻ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം സാധിക്കും എന്നതൊരു ചോദ്യമാണ്. കാരണം വിഴിഞ്ഞം തുറമുഖത്ത് പലതരത്തിലുള്ള വികസന പദ്ധതികളും പുരോഗമിക്കുന്നേയുള്ളൂ. വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം, വർഷങ്ങളായി ഇതിന്റെ ഒരു പ്രഖ്യാപനവും ഇന്ന് ഈ നിലയിലേക്ക് ആവാനുള്ള പ്രയത്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും എല്ലാ രീതിയിലും എല്ലാ ചരക്കു കപ്പലുകളെയും ഉൾക്കൊള്ളാൻ വിധത്തിൽ വളർന്നിട്ടില്ല. ആ രീതിയിൽ 2030 എന്നൊരു വിഷനാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ളത് പോലും. ഈ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നതൊരു ചോദ്യം വ്യക്തമാണ്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.